നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ അധ്യായമാണ്. എന്താണ്? അനലോഗി, അതായത് സമാന ബന്ധങ്ങൾ. PSC പരീക്ഷയുടെ ഏത് ചോദ്യപേപ്പർ എടുത്താലും ഇതുപോലത്തെ ഒരു ചോദ്യമുണ്ട്. നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് മാർക്ക് പോകും. ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്ക് അതാണോ ഇതാണോ ഉത്തരം എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം തോന്നും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഈ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് കണ്ടോ, 15:522 ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അങ്ങനെയാണ് 25 ഇതും ഇവിടെ കൃത്യസംഖ്യയും തമ്മിൽ എന്താ ബന്ധം എന്നാണ് നോക്കണ്ടേ. 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടുമോ? ഇല്ല. 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമോ? അങ്ങനെ ഏതെങ്കിലും ബന്ധം ഇതുമായിട്ട് എന്താണെന്ന് നോക്കണം. ഒരു ബന്ധവും കിട്ടുന്നില്ല അല്ലെ? ഉണ്ടോ? 10 കൊണ്ട് ഗുണിച്ചാൽ 100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നോക്കിയേ, 15നെ 15 കൊണ്ട് ഗുണിച്ചാൽ, അല്ലെ 15 സ്ക്വയർ എത്രയാന്ന് നോക്കിയേ. 15 225 അത് നമുക്കറിയാം. അപ്പൊ ഇത് ബന്ധം ഉണ്ടോ നോക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. 522 എവിടെ എഴുതിയേക്കണേ? ആ 225 എന്നാണല്ലോ ഇതിന്റെ സ്ക്വയർ തിരിച്ചെഴുതിയേക്കുന്നത്. ഇങ്ങനെയും വരും പരീക്ഷയ്ക്ക് കേട്ടോ. 225 15ന്റെ സ്ക്വയർ, അങ്ങനെയാണ് ഇവിടെ ബന്ധം. അപ്പോൾ ഇത് എങ്ങനെ വരുമായിരിക്കും? 625 എന്നുള്ളതാണല്ലോ 25ന്റെ സ്ക്വയർ. അപ്പോൾ ആ 625ന്റെ തിരിച്ചെഴുതിക്കേ, എങ്ങനെ വരും? ഇത് 622 തിരിച്ചെങ്ങനെ, ഏതായത്? 625. ഇതൊന്നുമല്ല ഉത്തരം. ഏതാണ്? ഇതല്ല, ഇതാണ്. കാരണം ഈ 15ന്റെ സ്ക്വയർ ഇവിടെ തിരിച്ചെഴുതിയേക്കും. അപ്പൊ 25 സ്ക്വയർ ഇവിടെ എഴുതിയിട്ട് തിരിച്ചെഴുതണം. 625 പുറകോട്ട്. അപ്പൊ ഏതാണ്? 526 ഇതിന്റെ ഉത്തരം. കണ്ടോ, ഇങ്ങനെയാണ് ബന്ധം കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് നമുക്ക് ചില ചോദ്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവില്ല, ചിലത് ഇതിൽ ഏതാണെന്ന് സംശയങ്ങൾ ഉണ്ടാവും. ഇനി താഴോട്ട് പഠിക്കാം. അപ്പൊ ഇത് 526. അടുത്തത് നോക്കിയേ, തീയതി കലണ്ടർ, സമയം ഡാഷ്. എന്ന് വെച്ചാൽ എന്താണ്? തീയതി നോക്കാൻ നമുക്കറിയാം കലണ്ടറാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ സമയം നോക്കാൻ എന്താണ്? ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം. ഏതാ? മണിക്കൂറല്ല, ദിവസമല്ല, സൂര്യനല്ല, ക്ലോക്കാന്ന് നമുക്കറിയാം. കാരണം സമയം നോക്കാൻ, തീയതി നോക്കാൻ കലണ്ടർ, അങ്ങനെയാണ്. എന്നാൽ സമയം ഈ മണിക്കൂറും ദിവസമൊക്കെ സമയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഏറ്റവും യോജിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ തീയതി നോക്കാൻ കലണ്ടർ ആണെങ്കിൽ സമയം നോക്കാൻ ഏതാണ്? ക്ലോക്ക് അല്ലേ? അപ്പൊ ക്ലോക്കാണ് ഉത്തരം. അങ്ങനെ ഇത് ഉത്തരം. അടുത്തത് നോക്കിക്കേ, ക്യാറ്റ്, കിറ്റൺ, ഡോഗ്, ഡാഷ്. അപ്പൊ എന്തായിരിക്കും? ക്യാറ്റ് എന്ന് വെച്ചാൽ പൂച്ച, കിറ്റണോ? അത് നോക്കണം നമ്മള്. പൂച്ചക്കുട്ടിയാ, പൂച്ചക്കുട്ടി. അപ്പം പട്ടി, പട്ടിക്കുട്ടി വേണം. ഇതിലേതാണെന്നല്ല പാട്ടിക്കുട്ടി എന്നുള്ളതിന് ലാമ്പ് ആട്ടിൻകുട്ടിയായി പോവും, കാവ് പശുവാകും, കാവ് പശുവിന്റെ കുട്ടിയാണ്, പപ്പിയാണ് പട്ടിക്കുട്ടി അല്ലേ? അപ്പൊ ഇതിലേതാണ്? ക്യാറ്റ്, കിറ്റൺ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. പൂച്ചയും പൂച്ചക്കുട്ടി ആവുകൊണ്ട് പട്ടിക്കുട്ടി. അപ്പൊ ഏതാണ്? പപ്പി വേണം ഉത്തരം. PUPPY. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുക. അടുത്ത് നോക്കിയേ, ഹൃദയം, കാർഡിയോളജി. അപ്പൊ ഇതെന്താണ്? ഡാഷ് ഹെമറ്റോളജി. ഹൃദയം കാർഡിയോളജിയാ, ഹൃദയത്തെ കുറിച്ച് പഠിക്കുന്നതിന് ആ വിഷയത്തിൽ നിന്ന് പറയുന്ന കാർഡിയോളജി എന്ന് പറയും. അപ്പം എന്തിനെ കുറിച്ച് ഇവിടെ ഡാഷ് ഇട്ടൊക്കെ, എന്തിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹെമറ്റോളജി രക്തമാണോ, കരളാണോ, ശ്വാസകോശമാണോ, വൃക്കയാണോ? എന്നാലും ഇത് നമുക്ക് GK-ക്കകത്തും വരുന്ന ഒരു ചോദ്യം അല്ലെ. ഹെമറ്റോളജി എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ്. അപ്പൊ ഇത് പഠിച്ചാൽ നമുക്ക് രണ്ട് ഗുണമുണ്ട്. ഒന്ന് GK ചോദിച്ചാൽ നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഈ അനലോഗി, സമാന ബന്ധങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഏതാണ് ഹെമറ്റോളജി? രക്തമാണോ, കരളാണോ, ശ്വാസകോശമാണോ, വൃക്കയാണോ? അറിയാവുന്നവർക്ക് ഏത് ഉത്തരം കിട്ടി? രക്തമാണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഏത് എഴുതണം? പറയുന്നത് ഹൃദയത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് കാർഡിയോളജി. അപ്പോൾ രക്തത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ഹെമറ്റോളജി അല്ലെ? അപ്പോൾ ഇത് നമുക്ക് അറിയാമെങ്കിലേ ഇത് എഴുതാൻ പറ്റുള്ളൂ ഉത്തരം. അപ്പൊ രക്തമാണ് ഉത്തരം. അടുത്ത് നോക്കിയേ, രോഗി ഡാഷ്, വിദ്യാർത്ഥി, അധ്യാപകൻ. അപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥി സ്കൂളെന്ന് കാണും, പുസ്തകം എന്ന് കാണും. അതിൽ പക്ഷേ അതായത് വിദ്യാർത്ഥിക്ക് അധ്യാപകനാണ്. വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവിടെ അധ്യാപകൻ, വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ. അപ്പോൾ രോഗിയെ എന്താ വേണ്ടേ? മരുന്നാണ്. രോഗി മരുന്ന് തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ഇതുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ബന്ധമാണോ ഇവിടെ പറയാം. രോഗി മരുന്ന്, രോഗി ഡോക്ടർ, രോഗി ആശുപത്രി, രോഗി കുത്തിവയ്പ്പ്. ഇതിലേതാണ്? ഇവിടെ വിദ്യാർത്ഥി സ്കൂളൊന്നുമല്ല, വിദ്യാർത്ഥി അധ്യാപകനാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? രോഗി ഡോക്ടർ ആയിരിക്കും അല്ലേ? ഉണ്ടോ? ഏതാണ്ട് ഒരുപോലെ ഇരിക്കും നമുക്ക് തോന്നിയാൽ. ഇതെല്ലാം ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്, രോഗിയായിട്ട് ബന്ധപ്പെട്ട. പക്ഷേ
റിലേറ്റീവ് ചോദിച്ചത് ഇതുമായിട്ട് ബന്ധം ഏതാണോ അതനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ ചോദിച്ചത്. അപ്പോൾ രോഗിക്ക് ഏതാണ്? മരുന്നല്ല, മരുന്ന് രോഗിക്ക് കിട്ടും, പക്ഷേ ഇതുമായിട്ട് വരുമ്പോൾ വേണ്ടത് ഡോക്ടറാണ് അല്ലേ? അങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. ഡോക്ടർ. അപ്പം ഇത് നോക്കിക്കേ, ഇങ്ങനെ ഉള്ള വരാം, സംഖ്യകൾ വരാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ഈ പഠനങ്ങളെ കുറിച്ച് വരാം, അല്ലെങ്കിൽ കാറ്റഗറി ആ രീതിയിൽ പല രീതിയിൽ കൂടെ വരാം. ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ ഇനി ഈ ക്ലാസ് ഇന്നത്തോണ്ട് തീരുന്നില്ല. അടുത്ത ക്ലാസ്സുകളിൽ ഇനി പല രീതിയിലുള്ള ബന്ധങ്ങൾ ഇനി പഠിക്കാനുണ്ട് നമുക്ക്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.